എല്ലാവർക്കും ക്രിയേറ്റീവ് ലൈറ്റ് ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോൺ പേയിൽ നമ്മുടെ ഒരു ബിസിനസ് അക്കൗണ്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഫോൺ പേ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ നമ്മൾ ഏതാണോ അതായത് ബാങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഫോൺ പേയിൽ ലോഗിൻ ചെയ്യുക. ഫോൺ പേയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ പൂർണ്ണമായി കാണുക, എവിടെയും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായി കണ്ടാൽ മാത്രമാണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഫോൺ പേൻ്റെ ആദ്യത്തെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യമായിട്ട് അക്കൗണ്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നേരെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതാണോ ബാങ്ക് എന്നുള്ളത് നമ്മൾ ഏതാണോ ബാങ്ക് വരുന്നത് ആ ബാങ്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ആക്സിസ് ബാങ്കാണ് ഞാൻ അറ്റാച്ച് ചെയ്യാൻ നോക്കുന്നത്. നേരെ ആക്സിസ് ബാങ്ക് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആക്സിസ് ബാങ്ക്. അപ്പം സെറ്റ് UPI നമുക്കൊരു മെസ്സേജും കാര്യങ്ങൾ. അപ്പം സെറ്റ് UPI പിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ നമ്മൾ ചോദിക്കും. അതായത് ATM കാർഡിൻ്റെ 6 ഡിജിറ്റ് നമ്പറാണ് ലാസ്റ്റ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റി ഡേറ്റ് എത്രയാണ് നമ്മുടെ വാലിഡിറ്റി വരുന്നത് വെച്ചാൽ ഫ്രം വാലിഡിറ്റി അല്ല വരുന്നത്, ഏതാണ് ലാസ്റ്റ് നമ്മുടെ ഇയർ എൻഡ് അവസാനിക്കുന്ന വാലിഡിറ്റി, ആ വാലിഡിറ്റി ഡേറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുമ്പം ഒരു OTP നമ്പർ വരും. അപ്പോൾ ആ OTP നമ്പർ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ഉണ്ട്. പിന്നെ നമ്മൾ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു UPI പിന്നുണ്ട്. അപ്പോൾ ആ UPI പിന്ന് നമുക്ക് ഇഷ്ടമുള്ള UPI പിന്ന് ചിലപ്പോൾ 4 ഡിജിറ്റ് ആയിരിക്കും വരിക, ചിലപ്പോൾ 6 ഡിജിറ്റ് ആയിരിക്കും വരിക. അതിലേതാണോ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 6 ഡിജിറ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത് ഒന്നുകൂടെ കൺഫേം ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ടാമത് ആ നമ്പർ ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ രണ്ടാമത് ആ നമ്പർ ഞാൻ കൺഫേം ചെയ്തു. അപ്പോൾ നമ്മുടെ ആ 6 ഡിജിറ്റ് കൊടുത്ത് നമ്മുടെ UPI അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അക്കൗണ്ട് ആഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിനി ഡൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ QR കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ആളുകൾക്ക് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് നമ്മുടെ ബാങ്കിലോട്ടുള്ള ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇപ്പം ഒന്നും വന്നിട്ടില്ല, ഒരു ഡിസ്പ്ലേ, ഞാൻ ആ പിക്ചർ കാര്യങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് വരാത്തത്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈ QR കോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ QR കോഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഷെയർ ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ QR കോഡ് കാര്യങ്ങളൊന്നും നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഷെയറിൽ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്കാണ് എങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് നമുക്ക് ആ മെത്തേഡിൽ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വാട്സപ്പിലാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ വാട്സപ്പിലാണ് ഇപ്പോൾ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ബിസിനസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതായത് നമ്മുടെ QR കോഡ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്കിങ്ങനെ ഇത് കാര്യം ഇപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തിട്ട് എന്താണോ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് വെച്ചാൽ ആ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്കിങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ 2 കോൺടാക്ട്സ്, 2 അക്കൗണ്ട്, 2 സെൽഫ്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, നമുക്ക് ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇപ്പോൾ അവിടെ വന്ന് നമ്മൾ ഏതാണോ ബാങ്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാങ്കിൻ്റെ ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആ കൊടുത്തിരിക്കുന്ന 6 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യാം. 6 ഡിജിറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെച്ചിങ് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കാണിക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ബാങ്ക് ബാലൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ബാങ്കിലോട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള ജസ്റ്റ് അതിൻ്റെ മെത്തേഡ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 2 അക്കൗണ്ട്, അതായത് അക്കൗണ്ട് വഴി നമുക്ക് ആഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഉണ്ട് അത് സെൻഡ് മണി ഡയറക്റ്റ്ലി എനി ബാങ്ക് അക്കൗണ്ട് ഓർ സെൻഡ് ടു എ മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പർ നമ്മൾ വെച്ചിട്ട് നമ്മൾ എമൗണ്ട് സെൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാനതിലൊന്നും ചെയ്യില്ല, ഞാൻ അധികം ഒരു 10 രൂപയാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 10 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ സെൻഡ് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ UPIN നമ്പർ വരും. ആ UPIN നമ്പർ എൻ്റർ ചെയ്യുക.
അപ്പം അവിടെ നമുക്ക് ആ 10 രൂപ നമുക്കവിടെ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നമുക്കവിടെ SMS അതുപോലെ വന്നിട്ടുണ്ട്. 10 രൂപ നമുക്ക് ക്രെഡിറ്റ് ആയി. എൻ്റെ ഇതിലേക്ക് തന്നെയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അപ്പോൾ അതെനിക്ക് ക്രെഡിറ്റ് ആയതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അവിടെ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കിതിൽ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഏതാണോ ബാങ്ക് നമ്മൾക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ആ ബാങ്ക് സെലക്ട് ചെയ്യുക. ഞാൻ സ്റ്റേറ്റ് ബാങ്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത് ഒന്നുകൂടെ ചോദിക്കും. ഈ രണ്ടാമത് ചോദിക്കുന്നത് വെച്ചാൽ ആ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ അക്കൗണ്ട് ഹോൾഡർ നെയിം ചോദിക്കുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലൊരു അഡീഷണൽ ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ചെയ്തിരിക്കുന്നത് അവർക്ക് കറക്റ്റായിട്ട് SMS ആയിട്ട് അലാർട്ട് വരും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പം എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ നേരെ കൺഫേം കൊടുക്കുകയാണ്. ഇപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലോട്ട് നമുക്ക് എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളൊരു 10 രൂപ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തു. നമ്മൾ എന്തെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ഒരു മെൻഷൻ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ UPIN ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ UPIN ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പം സ്ക്രീൻ റെക്കോർഡിൽ നമുക്ക് ഈ പറയുന്ന ഒരു ബ്ലാക്ക് ആയിട്ട് വരും. കാരണം അത് സെക്യൂരിറ്റി ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡിൽ ബ്ലാക്ക് വരുന്നത്. നമ്മൾ ആ UPIN നമ്പർ അടിച്ചു കൊടുക്കുക. യുവർ ബാങ്ക് ഫ്രീസർ യുവർ അക്കൗണ്ട് 12 hours ആഫ്റ്റർ UPI പേയ്മെൻറ്റ് അപ്രൂവ്ഡ്. അതായത് 12 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട്. അതുപോലെ തന്നെ ടു സെൽഫ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതേ നമ്പറിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബാങ്കുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്ക് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബാങ്കിൽ നിന്ന് അടുത്ത ബാങ്കിലോട്ട് അതായത് അക്കൗണ്ട് നമ്പറിലോട്ട് നമുക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ഇപ്പം ബാക്കി എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം, അതുപോലെ തന്നെ DTH റീചാർജ് ചെയ്യാം, ഇലക്ട്രിസിറ്റി റീചാർജ് ചെയ്യാം. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കും. ഇതിലൊരു അഡീഷണൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് നമുക്ക് അടയ്ക്കാൻ പറ്റും, ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റും. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കാൻ പറ്റും. പിന്നെ പോസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് അടയ്ക്കാം. ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറിൻ്റെ ലക്ഷം അടയ്ക്കാം. ലോൺ റീപേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോൺ റീപേയ്മെൻറ്റ് അടയ്ക്കാം. അങ്ങനെ വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഫോൺ പേയിൽ അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് കൂപ്പൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ അത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യണം. അത് ഞാൻ കംപ്ലീറ്റ് ഫിനിഷ് അപ്പ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്യണം. ഇമെയിൽ അഡ്രസ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോൺ പേയിൽ ഒരു സാധാരണ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ഒരു ബിസിനസ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.